അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം കനത്ത വെടിവയ്പ് പോലെയുള്ള സാഹചര്യങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം തങ്ങൾ ഇതിന് വലിയ തിരിച്ചടി നൽകും എന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരുന്നതാണ്. പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിലെ പല സിവിലിയൻസിനും പരിക്കേറ്റിരുന്നു. പോരാത്തതിന് മരണം 49-ലേറെ കഴിഞ്ഞു എന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്നാൽ അനൌദ്യോഗികമായി ഇതിലും കൂടുതലാണ് മരണം എന്നുള്ള റിപ്പോർട്ടുകളാണ് പല ആൾക്കാരും പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കും പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാന്റെ നീക്കം എന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കെ ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഭാഗത്തു നിന്നും ഒരു വമ്പൻ നീക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാനെ ലക്ഷ്യമാക്കി പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ 15,000 താലിബാൻ ഭീകരരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ അതിർത്തി ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തി പരിശോധിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ വലിയ സൈനിക ശക്തിയൊന്നുമല്ല. എന്നിരുന്നാൽ പോലും അഫ്ഗാനിസ്ഥാനെ അങ്ങനെ വില കുറച്ച് കാണരുത് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ നിലവിലത്തെ നയം എന്ന് പറയുന്നത്. ഇപ്പോൾ താലിബാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് 15,000 പോരാളികൾ കാബൂൾ, കാണ്ഡഹാർ, ഹെറാത്ത് കടന്ന് ഖൈബർ പഖ്തൂണിലൂടെ മിർ അലി അതിർത്തിയിലേക്കാണ് ഇവർ നീങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നാൾക്ക് നാൾ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി താലിബാൻ എന്ത് നീക്കമാണ് നടത്താൻ പോകുന്നത് എന്നാണ് പാകിസ്ഥാൻ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത്. താലിബാനെ അവരുടെ ആയുധങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെ സൈനിക ശേഷിയുടെയും ഒരു ബലത്തിൽ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിൽ വച്ച് അളക്കരുത് എന്നാണ് പാകിസ്ഥാൻ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം താലിബാന്റെ കല എന്ന് പറയുന്നത് രഹസ്യ യുദ്ധത്തിലാണ്. ഈ രഹസ്യ യുദ്ധത്തിൽ അതിശയകരമായ ഒരു വൈദഗ്ധ്യം അല്ലെങ്കിൽ ഒരു കലാവിരുത് താലിബാൻ ഉണ്ട് എന്ന് പാകിസ്ഥാന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ താലിബാനെ ഞങ്ങൾക്ക് വില കുറച്ച് കാണാൻ സാധിക്കില്ല എന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ ഇരു രാജ്യങ്ങൾക്കും എന്താണ് ചെയ്യാൻ കഴിയുന്നത്, അവരുടെ സൈനിക ശക്തി എത്രത്തോളം ഉണ്ട് എന്നും പരിശോധിക്കാം. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാനില്ല. എന്നിരുന്നാലും പാകിസ്ഥാന്റെ സൈനിക ശേഷിയും മറ്റും എങ്ങനെയാണ് എന്ന് അഫ്ഗാനിസ്ഥാനുമായി നമുക്കൊന്ന് തട്ടിച്ചു നോക്കേണ്ടതുണ്ട്. ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തിയിൽ അഫ്ഗാനിസ്ഥാൻ എല്ലാ മേഖലയിലും ദുർബലമാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. പാകിസ്ഥാനിൽ 6 ലക്ഷം സൈനികരാണ് ഉള്ളത്. 1400-ലധികം വിമാനങ്ങൾ പാകിസ്ഥാനിലുണ്ട്. 3000-ലധികം ടാങ്കറുകൾ പാകിസ്ഥാനുണ്ട്. 50,000-ലധികം കവചിത ട്രക്കുകൾ പാകിസ്ഥാനുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വ്യോമസേനയിലും അഫ്ഗാനിസ്ഥാനെക്കാട്ടിലും മികച്ച രീതിയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഇനി അഫ്ഗാനിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ വ്യോമസേനയും പോലീസ് സേനയും എല്ലാം കൂടെ കൂട്ടി മാത്രം എടുത്താൽ 3 ലക്ഷം സൈനികരാണ് അതിൽ അഫ്ഗാനിസ്ഥാന് ഉണ്ടാകുന്നത്. വ്യോമസേനയ്ക്ക് യാതൊരുവിധ ശക്തിയുമില്ല, അതായത് പ്രത്യേകിച്ച് യാതൊരുവിധ ശക്തിയുമില്ല. അവിടെയുള്ള വിമാനം പറത്താൻ പോലും താലിബാൻ ഭീകരന്മാർക്ക് അറിയില്ല എന്നുള്ളതാണ് അവരുടെ ശക്തി കുറയ്ക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്. വലിയ വെല്ലുവിളി അഫ്ഗാനിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സൈനികർക്ക് യാതൊരുവിധ പരിശീലനവും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു തോക്ക് നേരെ ചൊവ്വെ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ പോലും, അത്യാധുനികമായിട്ടുള്ളൊരു തോക്ക് നേരെ ചൊവ്വെ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ പോലും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും ഇവർക്ക് യാതൊരുവിധ ധാരണയുമില്ല. ഇതിനു പുറമെ വ്യോമസേന ഞാൻ പറഞ്ഞതുപോലെ തീരെയില്ല എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും പക്ഷെ പാകിസ്ഥാനെ ആശ്വസിക്കാനുള്ളൊരു വകയുള്ളതും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. US-ന്റെയും റഷ്യയ്ക്കും ഈ അഫ്ഗാനിസ്ഥാനിൽ സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നു. US-നും റഷ്യയ്ക്കും അവിടെ സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്യാധുനികമായിട്ടുള്ള പാകിസ്ഥാന്റെ കയ്യിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള മോഡേൺ സൊഫസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് അഫ്ഗാനിസ്ഥാനിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ തുരുമ്പെടുത്ത് നശിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. US-ന്റെ മാത്രം $7 ബില്യൺ ആയുധങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ കെട്ടിക്കിടക്കുന്നത്. M4 കാർബൈൻ, 82 mm മോർട്ടാർ ലോഞ്ചർ, M16 റൈഫിൾ, സൈനിക ആയുധങ്ങൾ, ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റേഴ്സ്, A-29 വിമാനങ്ങൾ എന്നിങ്ങനെയുള്ള അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. റഷ്യൻ ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരവും അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും വളരെ കാലമായി അവിടെ സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയുള്ള ആർക്കും തന്നെ ഈ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ
താലിബാനിലുള്ള ആർക്കും തന്നെ ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് പാകിസ്ഥാന് ആശ്വാസമേകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ വലിയ രീതിയിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ ഭീകരന്മാരെ അയച്ചിരിക്കുകയാണ്. ഇതിൽ പാകിസ്ഥാന്റെ പ്രധാന ആശങ്ക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഈ അതിശയകരമായിട്ടുള്ള ഒളി യുദ്ധത്തിൽ അല്ലെങ്കിൽ രഹസ്യ യുദ്ധത്തിലുള്ളൊരു കലയാണ് എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത്. താലിബാന്റെ വക്താവ് ഞങ്ങൾ ഇതിന് കടുത്ത ഭാഷയിൽ തന്നെ മറുപടി പറയും എന്ന് പറഞ്ഞതും പാകിസ്ഥാനെ നിലവിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.